അഭിമാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. മലയാളികളുടെ അഭിമാനം ചിറകേറ്റിയാണ് കുതിച്ചുയർന്നത് ഡോക്ടർ അനിൽ മേനോൻ. ഇതാ ബഹിരാകാശ നിലയത്തിലേക്ക് അനിൽ മേനോൻ ഉൾപ്പെട്ട 3 അംഗ യാത്രിക സംഘത്തിന്റെ പേടകം സോയൂസ് MS-29 ബഹിരാകാശ നിലയവുമായി ഘടിപ്പിക്കുകയാണ്. ഡോക്ക് ചെയ്യാൻ പോകുകയാണ്. പ്രജിൻ സി കണ്ണൻ ചേരുന്നുണ്ട് സയൻസ് ഡെസ്കിൽ നിന്ന്. പ്രജിൻ, ഇതുവരെയുള്ളത് എല്ലാ ഘട്ടങ്ങളും വിക്ഷേപണവും അതിന്റെ ട്രജക്ടറി എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇനി നിർണായകമായ അടുത്ത ഘട്ടം ഡോക്കിംഗിലേക്ക്. തീർച്ചയായിട്ടും ഗോകുൽ, അത് തന്നെയാണ്. നമ്മൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുക, ടൈം 13:25, അതായത് 11:25, 11:26 ഡോക്കിംഗ് പൂർത്തിയാവുക. അതിന്റെ എക്സാക്ട് ടൈം എന്ന് പറയുന്നത് 26. അതാ കേവലം സെക്കൻഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഡോക്കിംഗ്, അതായത് നേരെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മുടെ സോയൂസ് MS-29 എന്ന പേടകം ഈ 3 യാത്രികരെയും വഹിച്ച് അവിടെ പോയി ജോയിൻ ചെയ്യുന്ന ആ പ്രക്രിയ, അതിന് പറയുന്ന പേരാണ് ഡോക്കിംഗ്. ആ ഡോക്കിംഗ് ഇതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് വരികയാണ്. ഡോക്കിംഗ് പൂർത്തിയാവാൻ ഇനി കേവലം 30 സെക്കൻഡ് മാത്രമാണ് ബാക്കിയുള്ളത്. ആ ചരിത്രം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഒരു മലയാളി സ്പർശം ബഹിരാകാശ നിലയത്തിൽ സംഭവിച്ചിരിക്കുന്നു. മലയാളി ബഹിരാകാശ നിലയത്തെ തൊട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. വളരെ വളരെ പ്രിസൈസായി, വളരെ അക്യുറേറ്റ് ആയി, കൃത്യമായി ഓരോ ഘട്ടവും പൂർത്തിയാക്കിയ ശേഷമാണ് ഈ സോയൂസ് MS-29 എന്ന ഈ പേടകം 3 യാത്രികരെയും അനിൽ മേനോൻ, ദുബ്രോവ്, ഒപ്പം അന്ന കിക്കിന എന്നീ 3 ബഹിരാകാശ യാത്രികരെയും വഹിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ആ സമയം നോക്കുക, 3 മണിക്കൂർ 9 മിനിറ്റ് സമയം എടുത്തായിരിക്കും ഈ യാത്ര അവസാനിപ്പിക്കുക. അവിടെ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ നിശ്ചയിച്ചിരുന്നു. അത് എക്സാക്ട്ലി എന്ന് പറയുന്നത് ഇപ്പോൾ സമയമായിരിക്കുന്നു 11:26 ഇന്ത്യൻ സമയം. 11:26 ആ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായിരിക്കുന്നു. വളരെ അക്യുറേറ്റ് ആയി അവിടെ ഡോക്ക് ചെയ്തിരിക്കുന്നു. പ്രിഷാൽ എന്ന മൊഡ്യൂൾ, നമുക്കറിയുന്നത് പോലെ ഏതാണ്ട് ഒരു വലിയ ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പമുള്ള ഒരു ഒബ്സർവേറ്ററിയാണ്, ഒരു നിരീക്ഷണശാലയാണ്, ഒരു ഓർബിറ്റിംഗ് നിരീക്ഷണശാലയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. നമുക്കറിയാം അവസാന ഘട്ടത്തിലേക്ക് മറ്റൊരു ആംഗിളിൽ ഈ വിഷ്വൽസ് എവിടെ നിന്നാണെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഇത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ പുറത്തുള്ള ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തിയ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ ഡോക്കിങ്ങിന്റെ അവസാന ഘട്ടം അത് കൃത്യമായി ആ പോർട്ടിൽ ചെന്ന് പതിക്കുന്നതും അവിടെ ഡോക്ക് ചെയ്തതും ലോക്ക് ചെയ്തതും നമുക്ക് കാണാം. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഡോക്കിംഗ്. അത് പൂർത്തിയാവുന്നു. വളരെ വളരെ അക്യുറേറ്റ് ആയി അത് സാധ്യമാകുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞു നിർത്തിയത്. ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ പല മൊഡ്യൂളുകളുണ്ട്, പല ഭാഗങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഓരോ സ്പേസ് ഏജൻസി കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. അതിൽ റഷ്യയുടെ കോൺട്രിബ്യൂഷനാണ് ഈ പ്രിഷാൽ എന്ന് പറയുന്ന മൊഡ്യൂൾ. ആ പ്രിഷാൽ മൊഡ്യൂളിലാണ് സോയൂസ് എന്ന് പറയുന്ന റഷ്യയുടെ തന്നെ പേടകം പോയി ഡോക്ക് ചെയ്തത്. അങ്ങനെ ഓരോ പേടകത്തിനും കൃത്യമായ പോർട്ടുകൾ, അവർക്ക് കോമ്പാറ്റബിൾ ആയ, അവർക്ക് കൃത്യമായി വന്ന് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോർട്ടുകളുണ്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പേസ് എക്സിന്റെ ഒക്കെ ഡ്രാഗൺ പേടകത്തിന് മറ്റൊരു പോർട്ടാണ്, പക്ഷെ സോയൂസിന്റെ മറ്റൊരു രീതിയിലുള്ള ഡിസൈനാണ്. അതുകൊണ്ടാണ് ഈ പ്രിഷാൽ എന്ന് പറയുന്ന മൊഡ്യൂളിൽ തന്നെ, അത് ഈ റഷ്യൻ നിർമ്മിതമാണ്, ആ മൊഡ്യൂളിൽ തന്നെ പോയി ഡോക്ക് ചെയ്യാനുള്ള തീരുമാനമെടുക്കാൻ കാരണം, അല്ലെങ്കിൽ അവിടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ സോയൂസ് പേടകം അവിടെ ഡോക്ക് ചെയ്തിരിക്കുന്നു. ഇനി 2 മണിക്കൂർ നേരം വെയിറ്റിംഗ് പീരീഡ് ആണ്. കാരണം ഈ മർദ്ദ വ്യത്യാസം, ആ മർദ്ദം ഈക്വൽ ആവണം. 2 വ്യത്യസ്ത പേടകങ്ങളാണ്. ഭൂമിയിൽ നിന്നും പോയൊരു പേടകമാണ് അവിടെ ബഹിരാകാശത്ത് എത്തിയിരിക്കുകയാണ്. അത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നുള്ള ആൾ, ഈ 3 പേർ, അനിൽ മേനോനും ദുബ്രോവും ഒപ്പം കിക്കിനെയും, അവർക്ക് 3 പേർക്കും അകത്തേക്ക് കടക്കാൻ ഈ ചില പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും കാത്തിരിപ്പും ഒബ്സർവേഷനും ഒക്കെ ഉണ്ട്. അത് 2 മണിക്കൂർ സമയമെടുക്കും. ഇപ്പോൾ 11:26 തൊട്ട് 2 മണിക്കൂർ നേരം എടുത്താണ് കൃത്യം 1:26 ഇവർ ഈ 3 പേരും ഈ ബഹിരാകാശ നിലയത്തിനകത്തേക്ക് കടക്കുക. അതിനുള്ള കാത്തിരിപ്പുള്ള സമയം 2 മണിക്കൂറാണ്. ആ സമയങ്ങളിൽ ഈ മർദ്ദ വ്യത്യാസം അത് കൃത്യമാക്കുക, പ്രഷർ വേരിയേഷൻ ഉണ്ടാകും, അത് കൃത്യമാക്കുക, ഇത്തരം ക്രമീകരണങ്ങളെല്ലാം ചെയ്യാനുണ്ട് 2 പേടകത്തിലെയും. അപ്പോൾ അത് കൃത്യമായി ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിൽ എത്തിയ ശേഷം മാത്രമായിരിക്കും ഇവർ അകത്തേക്ക് കടക്കുക. അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ 7 ബഹിരാകാശ യാത്രികർ തങ്ങുന്നുണ്ട്. അവർ അവരുടെ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് പുതിയ ക്രൂ ഒരു ചേഞ്ചായി അവിടെ വരുന്നത്. അവരെ 3 പേരെയും സ്വീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് നേരത്തെ തന്നെ ആ പേടകത്തിനകത്തുള്ള, നിലയത്തിനകത്തുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ 1:26 പുലർച്ചെ 1:26 വരെ കാത്തിരിക്കണം. 2 മണിക്കൂർ സമയം ഈ ഡോക്കിങ്ങിന് ശേഷം അതിനുള്ള ഒരു ഒബ്സർവേഷൻ സമയമാണ്, ആ നിരീക്ഷണത്തിൽ വെക്കാനുള്ള സമയമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. പ്രത്യേകിച്ചും മലയാളികൾക്ക്. മലയാളത്തിൽ, കേരളത്തിൽ, പാലക്കാടിന്റെ ഒറ്റപ്പാലത്ത് വേരുകളുള്ള അനിൽ മേനോനും ഒപ്പം 2 റഷ്യൻ യാത്രികരും ഇതാ ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു, അവിടെ ടച്ച് ചെയ്തിരിക്കുന്നു. ഇതൊരു വലിയ മുഹൂർത്തമാണ്. ഇന്ത്യക്ക് അഭിമാനിക്കാം, കേരളത്തിന് അഭിമാനിക്കാം.
സ്വാഭാവികമായിട്ടും ആദ്യ ഫ്ലൈറ്റ് എന്ന നിലയിൽ അനിൽ മേനോൻ നേരത്തെ പറഞ്ഞത് അത് എൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നുള്ളതാണ്. അതും പൂർത്തിയാവുന്നു. അങ്ങനെ സന്തോഷത്തിൻ്റെതായ നിമിഷങ്ങളിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇനി 8 മാസക്കാലം ഈ നിലയത്തിലായിരിക്കും അനിൽ മേനോനും സംഘവും തുടരുക. ഒരുപാട് പരീക്ഷണങ്ങൾ, 100-ലധികം പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ ഇതെല്ലാം നടത്താൻ പോവുകയാണ്. കാരണം ഒരു ഗോളാന്തര യാത്രയ്ക്ക് ഇനി മനുഷ്യരാശി അടുത്ത വർഷങ്ങളിലൊക്കെ തയ്യാറെടുക്കാൻ പോവുകയാണ്. അത് ചൊവ്വയിലേക്കാണെങ്കിലും ചന്ദ്രനിലേക്കാണെങ്കിലും ഒരുപാട് നാളുകൾ, മാസങ്ങളോളം കഴിയേണ്ടി വരുന്ന നിലയിലേക്കുള്ള പുതിയ ദൗത്യങ്ങൾ വരാൻ പോവുകയാണ്. ആ സമയം മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിനെ എങ്ങനെ പരിഹരിക്കാം, അതിനെങ്ങനെ താണ്ടി മുന്നോട്ട് പോകാം, ഇതെല്ലാം തന്നെ കൃത്യമായ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഈ ദൗത്യങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പോൾ എക്സ്പെഡീഷൻ 75 എന്ന് പറയുന്ന ആ മിഷന്റെ ഭാഗമായിട്ടാണ് അനിൽ മേനോനും സംഘവും അവിടെ എത്തിയിരിക്കുന്നത്. ഈ ദൗത്യത്തിൽ ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റിന്റെ റോളാണ് അനിൽ മേനോൻ ഉള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഈ പരീക്ഷണങ്ങൾ ആരംഭിക്കും. ഒപ്പം തന്നെ ഈ എക്സ്പെഡീഷൻ 74 എന്തൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ചയായിരിക്കും പുതിയ ദൗത്യ സംഘത്തിന് മുന്നിലുള്ള മറ്റൊരു ടാസ്ക്. ഇതെല്ലാം പൂർത്തിയാക്കാനുള്ള സമയമാണ് ഈ 8 മാസം. അടുത്ത വർഷം ഏപ്രിലോടെ, മാർച്ചിന്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തായിരിക്കും ഇവർ തിരികെ ഭൂമിയിലേക്ക് എത്തുക. ഒരുപക്ഷെ ആ സമയം നീട്ടി നൽകാനും ഇടയുണ്ട്. അതൊക്കെ പിന്നീടാണ് തീരുമാനിക്കുക. എന്തായാലും ഇപ്പോൾ ആ ടീം അവിടെ എത്തിയിരിക്കുന്നു, പുതിയ സംഘം അവിടെ എത്തിയിരിക്കുന്നു. 1:26 പുലർച്ചെ ആ സംഘം പേടകത്തിൽ നിന്നും നിലയത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഗോകുൽ, തീർച്ചയായും ഇനിയുള്ള 8 മാസം ഈ 3-അംഗ സംഘം അവിടെ വിവിധ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തും. അത് ഭാവി യാത്രകളുടെ, ബഹിരാകാശ യാത്രകളുടെ, പ്രജിൻ സൂചിപ്പിച്ച പോലെ മറ്റ് ഗ്രഹങ്ങളിലേക്കുള്ള മനുഷ്യന്റെ പര്യവേഷണം, അറിവ് തേടിയുള്ള, അവിടുത്തെ ജീവൽ സാധ്യത തേടിയുള്ള യാത്രകൾക്കൊക്കെ ദിശാസൂചികയായി മാറാവുന്ന ഒട്ടേറെ കണ്ടെത്തലുകൾക്കും അവിടുത്തെ സാഹചര്യങ്ങളെ പറ്റിയുള്ള പഠനത്തിനുമാണ്. പ്രത്യേകിച്ച് ബഹിരാകാശ യാത്രികളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ അനിൽ മേനന്റെ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. അങ്ങനെ സോയൂസ് MS-29 ഇപ്പോൾ ആ പേടകം ബഹിരാകാശ നിലയവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയാണ് ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇവരുടെ പ്രവേശം, ഒരു ഗൃഹപ്രവേശം പോലെ ആ ബഹിരാകാശ നിലയത്തിലേക്ക്. ഹോം ഫാർ അവേ ഫ്രം ഹോം എന്ന് പറയാറുണ്ട്. അതിൽ ഒന്നുകൂടി പറഞ്ഞാൽ ഹോം ഫാർ 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 അവേ ഫ്രം ഹോം ആണ് ഈ ബഹിരാകാശ നിലയം എന്ന് പറയുമ്പോൾ. അവിടേക്കുള്ള പ്രവേശം അത് പുലർച്ചെയാണ് നടക്കുക. അതിനി മർദ്ദം ക്രമീകരിക്കുന്ന, 2 പേടകങ്ങളിലെയും മർദ്ദം ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സമയം കൂടിയാണ്, വെയിറ്റിംഗ് പീരീഡാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ പറന്ന് ഒഴുകി അങ്ങനെ യാത്രികർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കും. പിന്നെ 8 മാസം പഠനമാണ്. ആ നിമിഷങ്ങൾ കൂടി, ആ മനോഹരമായ ദൃശ്യങ്ങൾ കൂടി, ആ ചരിത്ര നിമിഷങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് 24 എത്തിക്കും. ഏതായാലും ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൽ ചെന്ന് തൊട്ടിരിക്കുകയാണ് മലയാളി പേരുകളുള്ള, ഒറ്റപ്പാലത്ത് കേരളത്തിൽ പേരുകളുള്ള ഡോക്ടർ അനിൽ മേനോൻ. അഭിമാന നിമിഷം മലയാളികൾക്കും ഇന്ത്യക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.